السلام عليكم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اللهم اغفر لي ولوالدي ولمشايخي ولمن حضروا معي ولمن كفروا علينا ولجميع المؤمنين. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ വളരെ ഒരുപാട് ഇസ്മുകൾ നമ്മൾ ചർച്ച ചെയ്തു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ജാമിഅ എന്ന ഇസ്മ. ജാമിഅ ഒരുമിച്ച് കൂട്ടുന്നത്. റബ്ബനാ ഇന്നക ജാമിഉൽ നാസി ലിയൗമിൻ ലാ റൈബ ഫീഹി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു തഗാബുനിൽ യൗമ യജ്മഉകും ലിയൗമിൽ ജംഇ ദാലിക യൗമുത് തഗാബുൻ എന്ന് പറഞ്ഞേക്കണം. ജാമിഅ ഒരുമിച്ച് കൂട്ടുന്നവൻ. അല്ലാഹു കുഫറിനെയും ഈമാനിനെയും ഈ ലോകത്ത് ഒരുപോലെ ഒരുമിച്ച് കൂട്ടുകയാണ്. കുഫറുണ്ട്, ഇവിടെ ഈമാനുണ്ട്. നമ്മുടെ ശരീരങ്ങളിൽ അത്ഭുതകരമായ രൂപത്തിലാണ് അവയവങ്ങളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി. ഈ ലോകത്ത് വ്യത്യസ്ത കാലങ്ങളിലായി വ്യത്യസ്ത വിഭാഗം ആളുകളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടി. ഇനി ഇതെല്ലാം കൂടി നാളെ ആഖിറത്തിൽ ഒന്നായിട്ടങ്ങോട്ട് ഒരുമിച്ച് കൂടണം. ആരും മിസ്സാവില്ല. ഒരു കല്യാണത്തിന് നമ്മൾ ആളുകൾ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഓർക്കൽ ഒരുപാട് ആളുകളെ ക്ഷണിക്കാൻ മറന്നിട്ടുണ്ടാവും. ഒരു സദസ്സിലേക്ക് ആളുകൾ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ സംഘാടകർ കുഴയാണ്. പക്ഷെ നാളെ മഹ്ശർ മഹാസഭയിൽ, അതാണ് സുപ്രീം കോടതി, അവിടെ സ്വാധീനിക്കപ്പെടൂല, അനീതിയില്ല, വർഗീയതയില്ല, അവിടെ ഒന്നുമില്ല. അതാണ് യഥാർത്ഥ കോടതി. എല്ലാരെയും ഒരുമിച്ച് കൂട്ടും. ഒരാളും അതിന് ഒഴിവാവില്ല. അബൂന അബുൽ ബഷർ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ സൂറന്ന കാഹളത്തിൽ ഓതുന്ന സമയത്ത് ഭൂമി ലോകത്ത് പറവെടുക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി വരെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. മാത്രമല്ല സകല മൃഗങ്ങളും പക്ഷികളും പറവകളും അതൊക്കെ മറ്റൊരു ഭാഗം. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്നതാണ്. മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, 120 സഫുകളായിട്ട് മനുഷ്യന്മാരെങ്ങനെ അണിയണിയായിട്ട് നിർത്തുന്നതാണ്. 120 സഫ്. അപ്പോൾ 120 സഫുള്ളൂ എന്ന് പറയാൻ നിൽക്കണ്ട. ഇവിടെ തന്നെ നമുക്കറിയാമല്ലോ. അവിടെ നിസ്കാരപ്പള്ളിയിൽ ഒരു 5-6 സഫിൽ കൊള്ളുന്ന ആൾ ഇവിടെ ഒരു സഫിൽ കൊള്ളും, ഇല്ലേ? അവിടെ മദ്രസന്റെ അവിടെ നിസ്കാരപ്പള്ളി ആദ്യത്തെ പള്ളിയിൽ ഒരു 5-6 സഫിൽ കൊള്ളുന്ന ആൾക്കാർ ഇവിടെ ഒരു സഫിൽ കൊള്ളും. അവിടുത്തെ ഒരു 6 സഫ്, ഇവിടുത്തെ ഒരു സഫാണ്. ഇനി വലിയ പള്ളി, ആ പള്ളിയിലൊക്കെ ഒറ്റ സഫില് 5000-6000 ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന പള്ളിയിൽ ഞാൻ കയറി നിസ്കരിച്ചിട്ടുണ്ട്. മദീനയിലും മക്കയിലും അല്ലാത്ത പള്ളിയിൽ ഞാൻ കയറി നിസ്കരിച്ചിട്ടുണ്ട്. ഒറ്റ സഫില് 6000 ആള് പോകും. അന്ന് പള്ളി ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. എന്റെ യാത്രേനിടയിൽ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ സഫ് 120 ഉള്ളൂ എന്ന് പറയാൻ നിൽക്കണ്ടെന്ന് ഞാൻ പറയുന്നത്. ആ ഒറ്റ സഫിൽ കോടികൾ പോകും, കോടികൾ. അങ്ങനെ 120 സഫുകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ വിഭാഗത്തെ നിർത്തും. ഇതിങ്ങനെ കേൾക്കുമ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായത് ഈ മാസത്തിലാണ്. അല്ലാഹു തആല അവർക്ക് ദർജ ഉയർത്തി കൊടുക്കട്ടെ. മറ്റുള്ള സഹാബാക്കളൊക്കെ ഇരിക്കുകയാണ്. ആ സമയത്താണ് ഇത് പറഞ്ഞത്. ഇത് കണ്ട് കേട്ട സമയത്ത് 120 സഫല്ലേ, എല്ലാരെയും തിടുക്കം. ആ സഫന്ന് ഇപ്പൊ എത്രയാണ് സ്വർഗത്ത് പോവാന്നുള്ളതാണ്. ഈ സഫ് നല്ല സ്വർഗത്തുക്കും നരകത്തുക്കും മാറ്റി നിർത്തുന്നത്. ഫരീഖും ഫിൽ ജന്ന ഫരീഖും സഈർ. ഇതാണ് 2 ഗ്രൂപ്പ്. എല്ലാരും ഏത് ഗ്രൂപ്പാന്ന് ചോദിക്കണ കാലം. നാളെ ഒരാളിനോട് വെച്ച് നിങ്ങൾ ഏതാ ഗ്രൂപ്പ് എന്ന് വെച്ച് ഞാൻ പറഞ്ഞു, അത് അറിയിട്ടാണ് സാധു കുടുങ്ങി നടക്കുന്നത്. ഏത് ഗ്രൂപ്പാന്ന് അറിയിട്ടാണ് ഇപ്പൊ ആകെ ബേജാറ്. നിങ്ങൾക്ക് പിടുത്തം കിട്ടിക്കണോന്ന് വെച്ചാൽ അപ്പൊ മുപ്പര ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞതാണ് ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ. അവിടെയാണ് 2 ഗ്രൂപ്പ് തിരിയുന്നത്. ഒരു ഗ്രൂപ്പ് സ്വർഗത്തിലേക്ക്, മറ്റൊരു ഗ്രൂപ്പ് നരകത്തിലേക്ക്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 120 സഫുകളിൽ 117 സഫിലെ ആളുകളും കത്തിക്കാളുന്ന നരകത്തിലേക്കാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 സഫ് മാത്രമേ സ്വർഗത്തിലേക്ക് ഉണ്ടാവുള്ളൂ എന്നാണ്. ഇത് കേട്ട സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു മുഖം കുത്തി വീണു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്നിട്ട് കുട്ടിയോളെ പോലെ ചീറാൻ തുടങ്ങി.
ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ ദിവസം പോയതെന്നെ അറിഞ്ഞില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്ന് ഭക്ഷണം തന്നെ കഴിച്ചില്ല. അലിയാരും മനുഷ്യന്മാരോട് മുണ്ടില്ല. എല്ലാവർക്കും ബേജാറായി. അങ്ങനെയാണ് ആ 3 പൊട്ട് കിട്ടണല്ലോ എന്നുള്ള ബേജാറായി. ഹിസാബ് നടത്തുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 1000 ആളുകളെ ഹിസാബ് നടത്തിയാൽ 999 ആളുകളും നരകത്തില്, ഒരാള് സ്വർഗത്തിൽ. അപ്പോഴാണ് സഹാബാക്കൾക്കൊക്കെ പിടുത്തം വിട്ടത്. പിടുത്തം കണ്ട് വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും കരയാനും തുടങ്ങി. ഇനി എന്തിനാണ് നബിയെ ഇങ്ങനെയാണെങ്കിൽ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇരിക്കുക, എല്ലാവരും ഇരിക്കുക, ബേജാറണ്ട, അതിന് മാത്രം യജൂജും മഅജൂജും ഉണ്ട് എന്ന് പരിശുദ്ധ റസൂൽ. യജൂജ് മഅജൂജൊക്കെ വരാൻ പോവാണ്. അല്ല വന്നിട്ടുണ്ടാവാം, അല്ല വന്നുകൊണ്ടിരിക്കാം, എങ്ങനെ ആവട്ടെ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കല്ല. അപ്പൊ ഏതായാലും ലോകത്തെന്നും കാഫിര്യങ്ങളും ഫസാക്കുമാണ് കൂടുതൽ. നല്ലൊരു കുറച്ചേ ഉണ്ടാവുള്ളൂ. ആ നല്ലൊരേ സ്വർഗത്തെ പോകുള്ളൂ. അതാണ് ഈ സഫിന്റെ കണക്ക്. നമുക്ക് ആ 3 സഫിലൊന്ന് പെട്ട് കിട്ടണം. അതിനു വേണ്ടിയാണ് അള്ളാഹു ജാമിയാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഒരുങ്ങേണ്ടത്. ആരെങ്കിലും ഏതെങ്കിലും കുടുംബം ഏതെങ്കിലും ആളുകൾ അതിന് ഒഴിവാവൂല. അള്ളാഹു താല എല്ലാരും കൂടി മത്സരിക്കാണ്ട് ഒരുമിച്ച് കൂട്ടിപ്പോ കുറെ ആൾക്കാർ ഖബർ തന്നെ കിടക്കുക. കാരണം അവരെ കണ്ട് കൊണ്ടുവരാൻ മാറുന്ന അങ്ങനൊന്നും ഉണ്ടാവില്ല. ഖബറിലുള്ള മുഴുവൻ ആളുകളും കല്ലറകളിൽ നിന്ന്, കുഴിമാടങ്ങളിൽ നിന്ന്, തലയിൽ നിന്ന് പൊടി തട്ടിയിട്ട് മഹ്ശർ വൻസബിയിലേക്ക് എണീറ്റ് വരും. ആ സമയത്ത് അവനെ തൊലിച്ചുകൊണ്ടുവന്ന ആളൊപ്പം ഉണ്ടാവും. അവന്റെ ഫയലുകൾ പിടിച്ച സാക്ഷി ഒപ്പം ഉണ്ടാവും. കോടതിക്ക് കൊണ്ടുവന്നായി തന്നെ ക്രിമിനലിനെ കൊണ്ടുവന്ന് ഇട്ടിട്ടില്ലേ? 2 ഭാഗത്തും പോലീസുകാരുണ്ടാവും, വക്കീലുണ്ടാവും. അങ്ങനെ തന്നെ കൊണ്ടുപോകണം. മഹ്ശർ വൻ സഭയിൽ കൊണ്ടുപോകുമ്പോ ഒരു ഭാഗത്ത് തൊലിക്കാൻ ആള് നേരെ നിൽക്കുകയാണെങ്കിൽ ബാക്കിൽ ചവിട്ടാൻ. നമുക്ക് ശരിക്കും കണ്ട് അങ്ങനെ മനസ്സിലാവും. ഞാനിങ്ങനെ ഒരിക്കല് ഹറമിൽ ഇങ്ങനെ കണ്ടതാണ്. കാബത്തുകളിൽ ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തു പോയപ്പോ ഒരു റോട്ടുമ്പോ കൂടി 2 പോലീസുകാർ കൂടിയിട്ട് കഴുത്തിലിങ്ങനെ ടവലിട്ട്, ഇത് വലിയ തോർത്തുമുണ്ടിട്ടിട്ട് പിരിച്ചിട്ട് ഒരാൾ ഇവിടുന്ന് അങ്ങോട്ടും വലിക്കുന്നുണ്ട്, മറ്റാള് അവിടുന്ന് ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്. ബാക്കിൽ ഒരാളുണ്ട്, ഫയലുകൾ പിടിച്ചിട്ട് അടുത്തൊരാളുണ്ട്. 4 ആള് കൂടിയിട്ട് ഒരു കൊടും ഭീകരനാന്ന് തോന്നുന്നുണ്ട്, ഒരു വലിയ കള്ളനാന്ന് തോന്നുന്നു. അവനെ വലിച്ചുകൊണ്ട് വന്നു റോട്ടിൽ കൂടി. അപ്പൊ ഇയാള് നല്ലൊരു ശക്തിയുള്ള ആളെ കണ്ടാൽ തന്നെ അറിയാം, കണ്ടാ പേടിയാവും. മസിലൊക്കെ എല്ലാ ഭാഗത്തും തുടിച്ച് തുറിച്ച് നിൽക്കണേ ഒരു കറുകറുത്ത സോമാലിയ. അവനെങ്ങനെ കൊണ്ടുപോകണം. അപ്പൊ പോലീസുകാർ വലിച്ചിട്ട് കിട്ടണില്ല. ഒരാൾ അങ്ങോട്ട് വലിക്കുന്ന, ഒരാൾ ഇങ്ങോട്ട് വലിക്കണം. അപ്പൊ ഇയാൾ ഇങ്ങനെ ആ മസിൽ പിടുത്തം പിടിച്ചിട്ട് നിൽക്കുകയാണ്. അതിൽ ബാക്കുന്ന ഒരാൾ ചവിട്ട് ഊരക്ക്, ആ ചവിട്ടല്ലേ ഇയാൾ തള്ളു. അതെനിക്ക് എങ്ങനെ ഓർമ്മ വന്നു, ഈ ആയത്ത് ഓർമ്മ വന്നു. തൊലിക്കാനൊരാള്, വലിക്കാനൊരാള്, ഫയല് പിടിക്കാനൊരാള്. ഇങ്ങനെയാണ് മഹ്ശറി കൊണ്ടുപോകുക. കൂട്ടത്തിൽ റഖീബ് അത്തീദ് ഉണ്ടാവും. വലത്തു നടത്തിയിരുന്നിട്ട് ഏത് നാളുകളിലേ ഓലും ഉണ്ടാവും. ഓല് മഹ്ശറിലെത്തിയ അള്ളാഹിനോട് അറിയും, പഠിച്ചോനെ നമ്മളെ കക്ഷിതാ, നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട്, അവിടെ എത്തിക്കുന്നവരെ ഓരോ ഡ്യൂട്ടിയാണ്, നമ്മളെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മളെ കക്ഷിതാ, ഇനി ഞങ്ങൾ പോവാണ്. റഖീബ് അത്തീദ് മരിച്ചാ പറയും. ഇത് ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ വലത്തു അടുത്തിരുന്നിട്ട് കാര്യങ്ങളൊക്കെ എഴുതി ഫയലൊക്കെ പൂർത്തിയാക്കുന്ന ആളുകൾ മരിച്ചാൽ അള്ളാഹിനോട് പറയും, പഠിച്ചോനെ ഞങ്ങളാള് മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് കയറ്റേന്ന് നോക്കും. അള്ളാഹ് പറയും, എവിടക്കപ്പം നിങ്ങൾ കയറുന്ന? ആകാശത്തൊന്നും ഒരു സ്ഥലമില്ല, ക്യാപ്പില്ല, ഇവിടൊക്കെ ഫുള്ളായിട്ട് മലക്കുകൾ, അവിടെ തന്നെ എന്നോളിന്ന്. അപ്പൊ ഒരു പറയും, പഠിച്ചോനെ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം, നമ്മളാളില്ലല്ലോ. അപ്പൊ അള്ളാഹ് പറയും, ഒരു കാര്യം ചെയ്യേ, ആള് നല്ലൊരു മനുഷ്യനായിരുന്നു, അയാളെ കബറിങ്ങ പോയിട്ട് അങ്ങനെ ദ്വാരനോടി മൂപ്പർക്ക് വേണ്ടി എന്ന് പറയും. അപ്പോ അവന്റെ നന്മകളും തിന്മകളും രേഖപ്പെടുത്തിയിരുന്ന മലക്കുകൾ ഈ സ്വാലിഹായ മയ്യത്തിന്റെ കബറിങ്ങിൽ പോയി അവന് വേണ്ടി പാപമോചനം തേടുമെന്ന് പരിശുദ്ധ റസൂൽ. അപ്പൊ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നതിൽ വലിയ കഴിവുള്ളവനാണ്. നാളെ പരലോകത്തെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നവനാണ്. സുബ്ഹാനമൻജല്ല. അവിടെയാണ് ഹിസാബ്, അവിടെയാണ് എല്ലാം പുറത്തേക്ക് കൊണ്ടുവരികയാണ്. സകല രഹസ്യങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്യാണ്. മറിഞ്ഞ് ചെയ്തത്, ഒളിഞ്ഞു ചെയ്തത്, ഓരോ ആളുകൾക്കുമുള്ള അയ്ബുകള് തൗബ ചെയ്ത് പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഒക്കെ പുറത്തു കൊടുത്തിട്ട് ഓരോന്നിങ്ങനെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാണ്. മൊബൈലിൽ കളിച്ചത്, ഒറ്റക്ക് കളിച്ചത്, സംസാരിച്ച് കളിച്ചത്, പെണ്ണുങ്ങളെ പ്രേമിച്ചത്,
എല്ലാം രഹസ്യമായി ഗൂഢാലോചന നടത്തിയത്, ഹക്കിനെതിരെ പോരാടാൻ വേണ്ടി രംഗത്ത് വന്നത്, നന്മയെ കൊല്ലാൻ വേണ്ടി മീറ്റിംഗ് കൂടിയത്, തിന്മക്ക് വേണ്ടിയിട്ട് മുന്നണി കൂടിയത്, അപ്പൊ രഹസ്യമാക്കിയത്, പരസ്യമാക്കിയത്, എല്ലാം കൂടി ഇവിടെ നമുക്ക് പഠിക്കാൻ പറ്റൂല. നമുക്ക് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടതും അള്ളാഹു താല അറിയിച്ചെന്നത് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മൾക്ക് അള്ളാഹു അറിയിച്ചരാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട്. അതെല്ലാം പിടികൂടുന്ന സ്ഥലമാണ് അവിടെ. എല്ലാം പിടികൂടും, ആരും രക്ഷപ്പെടില്ല. അതുകൊണ്ട് അള്ളാഹു ജാമിഉന്നാസാണ്. അള്ളാഹുവിനെ സ്നേഹിക്കണം, ആഖിറം മുൻഗണന കൊടുക്കണം, ആഖിറത്തിന് വിഷയം മുൻഗണന കൊടുക്കണം. പൈസ എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചിട്ട് മയ്യത്ത് കെട്ടിലേക്കാണ്ട് കയറിയാൽ കേവലമായ കഫൻ തുണികൾ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. എല്ലാം ഇവിടെ ഇട്ടെറിഞ്ഞിട്ടാണ് പോണത്. ആ പോക്കുങ്ങൾ ഇങ്ങനെ നോക്കാണ്. ആ പോക്ക് ഒറ്റക്ക് നേരത്തെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്തല്ല പോയി കിടക്കണത്. എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല. പക്ഷെ ഇത് എന്താണ്ട് പറഞ്ഞാലും മനുഷ്യന്മാരെ തലേക്കാണ്ട് കയറൂല. മനുഷ്യന്മാരെ തലേക്കല്ല, എന്റെ തലേക്കും കയറൂല. എന്താ പറയാ, നമ്മളെ ഭ്രമവും നമ്മുടെ ഭ്രാന്തും നമ്മുടെ ബന്ധമൊക്കെ ദുന്യാവിന് വേണ്ടിയായി. മഹാനായ റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം ഒരിക്കൽ ദുന്യാവിന്റെ നിസ്സാരത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കാണിച്ചു തന്നു. ഈസ അലൈഹിസ്സലാം ഒരു ചെറുപ്പക്കാരനെ കൂട്ടി ഇങ്ങനെ പോവാണ്. ഓൻ ദുന്യാവിന് മുൻഗണന കൊടുത്ത ആളാണ്. അങ്ങനെ പോകുമ്പോ ഒരു നല്ല സുന്ദരനായ ഒരു മാനിനെ കണ്ടു. മാൻ ഇങ്ങനെ ഓടിപ്പോണം. അപ്പൊ ഈസാ നബി ആ മാനിനെ വിളിച്ചുകൊണ്ട് വാർ. മാൻ ഓടി വന്നപ്പോ അതിനെ പിടിച്ച് അറുത്തിട്ട് ഈസാ അലൈഹിസ്സലാം പൊരിച്ചിട്ട് 3 ഓരിയാക്കി. ഇവർക്ക് കണ്ടാക്കാൻ നല്ല വിശക്കനുണ്ട്. ഇതിനെ 3 ഓരിയാക്കി. ഒരു ഓഹരി ഈസാ അലൈഹിസ്സലാം തിന്നു, ഒരു ഓഹരി അയാൾക്ക് കൊടുത്തു. ഒരു ഓഹരി അവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓഹരി അവിടെ വെച്ചിട്ട് ഈസാ അലൈഹിസ്സലാം കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി പുറത്തു പോയിട്ട് തിരിച്ചെന്നപ്പോഴേക്കും ഇവനെ വിശന്നിട്ട് ആ ഓഹരിയും കൂടി തിന്നിക്കണം. അത് തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞ അതും കൂടി ഇവൻ തിന്നു. അങ്ങനെ ഉണ്ടല്ലോ, നമ്മള് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ നമ്മളെ കണ്ണ് കെട്ടിയാല് ഇറച്ചി വാരി തിന്നുന്ന ആൾക്കാരെ കണ്ടില്ല ഞങ്ങള്. അത് തിന്നാൻ പാടില്ല, ഇല്ല. 4 കോഴിക്കുറും 3 ആളും ആണെങ്കിൽ 3 ആളും ഓരോ കുറകെടുത്താൽ മറ്റൊരു കുറക അവിടെ നിൽക്കണം, തിന്നാൻ പാടില്ല. ഇത് നമ്മള് ചില ആൾക്കാരുണ്ട്, മറ്റോ 2 ആളും കണ്ണെട്ടിയ മെല്ലെ വലിച്ചിട്ട് തിന്നാണ്, എന്നാ പാടില്ല. അല്ലെങ്കിൽ പിന്നെ 8 കുറവ് വേണം, 6 എല്ലാവർക്കും ഈ 2 എണ്ണം വേണം, എന്നാർക്കടില്ല. എല്ലാരും ഓരോന്നിട്ട് ബാക്കി ഒന്നാണെങ്കിൽ അത് തിന്നാൻ പാടില്ല. കാരണം എല്ലാരും ഇത് നോട്ട് വെച്ചിട്ടുണ്ടാവും, തിന്നായിനോ. അപ്പൊ അവർക്കും തിന്നാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കെ അവരുടെ സമ്മതല്ലാതെ നമ്മളാണ്ട് തിന്നാൽ അവർക്ക് അത് പ്രയാസമാവും. അങ്ങനെ തിന്നാൻ പാടില്ല. ഏതായാലും ഈസാ അലൈഹിസ്സലാം ഇത് തിന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച കണ്ടോ, അള്ളാഹു ജാമിയാണെന്നുള്ളതിന് തെളിവും ഒന്നും കൂടിയുണ്ട്. എത്രയേറെ ഞാൻ നിസ്കരിക്കുമ്പോ എറുമ്പോടില്ല, ഞാൻ നിസ്കരിക്കുമ്പോ ഇത് എത്രയുണ്ടെന്ന് അറിയാം. ഇപ്പൊ നമ്മള് നിസ്കരിക്കാതിരുന്ന ആളുകളെക്കാൾ ഓർമ്മ ഇത് എവിടുന്ന് വന്നതാ? ഇതിപ്പോ ഒരു ചെറിയ കൂട്ടം മാത്രം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടുന്നു. മാശറിയിൽ പരക്കം പായും പോലെ വായനണ്ടില്ല. അപ്പോ ഈസാ അലൈഹിസ്സലാം തുടരുതെന്ന് പറഞ്ഞു. ഈ ഭക്ഷണം ഇയാള് തിന്നുപോയി. ഈസാ അലൈഹിസ്സലാം വെള്ളമൊക്കെ കുടിച്ചു വന്നപ്പോ ചോദിച്ചു, അല്ല മറ്റേ ഓഹരി എവിടെയെന്ന് വെച്ചു. ഞാൻ അറിയില്ല, പച്ചപ്പുള്ള് ഞാനറിയില്ല, എനിക്കറിയില്ല. ഇവിടെ വേറെ ആരും ഉണ്ടായിട്ടില്ലല്ലോ, ഞാൻ അറിയില്ല. ഈസാ അലൈഹിസ്സലാമിനെ അറിയാം ഇയാളാ തിന്നിക്കണെന്ന്, പക്ഷെ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒരു രീതിയുണ്ട്, അയാൾ പറഞ്ഞ് സ്വീകരിക്കാന്നുള്ള. പിന്നെ നമ്മൾ വല്ലാതെ കുത്തിച്ചു കഴിഞ്ഞാൽ അന്വേഷിക്കണ്ടെന്ന് വെച്ചിട്ട് എന്നായിക്കോട്ടെ പക്ഷെ അറിയില്ലേ, എന്നായിക്കോട്ടെ അയാൾ സമ്മതിക്കണില്ല, എന്നാ പിന്നെ ആയിക്കോട്ടെ ഇനി പൊളിക്കാനുള്ള പരിപാടിയാ, അങ്ങനെ പൊളിക്കും. അങ്ങനെ ഈസാ അലൈഹിസ്സലാം ഇയാളായിട്ട് പോവാണ്. ഇയാളായിട്ട് ഇങ്ങനെ പോകുമ്പോ പിന്നെ കുറച്ചിങ്ങനെ നടന്നു പോയപ്പോ ഈസാ അലൈഹിസ്സലാമിന്റെ മേലെ വലിയൊരു സമുദ്രം വന്നു. ഈ സമുദ്രത്തിന്റെ മുകളിൽ ഈസാ അലൈഹിസ്സലാം മോൾക്കൂടെ ഉണ്ട്, മണ്ണിന്റെ മേൽക്കൂടെ നടക്കും പോലെ, മണലിന്റെ മേൽക്കൂടെ നടക്കും പോലെ സമുദ്രത്തിന്റെ മേൽക്കൂടെ നടന്നു. ഇയാളോട് പറഞ്ഞു, എന്റെ കൂടെ വന്നാൽ മതി, ഇന്നൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സമുദ്രത്തിന്റെ മേൽക്കൂടെ കൊണ്ട് നടന്നപ്പോ ഇയാൾ ആകെ ബേജാറായി. താവണമൊന്നുമില്ല, അത്ഭുതല്ലേ. അങ്ങനെ അപ്പുറം കൊണ്ടുപോയിട്ട് ഈസാ അലൈഹിസ്സലാം ചോദിച്ചു, ഇതിന്റെ മേലെ അത്ഭുതം എനിക്ക് കാണിക്കാൻ പറ്റും, അതുകൊണ്ട് അസ്അലുക ബില്ലദീ അറാക ഹാദിഹിൽ ആയ, ഈ അത്ഭുതം എനിക്ക് കാണിച്ചു തന്ന
റബ്ബിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ ചോദിക്കാണ്, ആ ഇറച്ചി തിന്നത് ആരാന്ന് വെച്ചു. പത്തിരി ഇറച്ചിയല്ല, പത്തിരിയാണ്. പത്തിരി ഉണ്ട്, 3 പത്തിരി. ഒന്ന് ഈസാ അലൈഹിസ്സലാം നിന്നു, ഒന്ന് ഇയാൾ കൊടുത്തു, ഒന്ന് മാറ്റി വെച്ചപ്പോ തിരിച്ചെന്നപ്പോഴേക്ക് ഇയാൾ പത്തിരി തിന്നു. ആ പത്തിരി തിന്ന ആരാന്ന് വെച്ചു. ഇറച്ചി തിന്നത് രണ്ടാമതാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു ഞാനറിയില്ല. ഈ അത്ഭുതം കാണിച്ചു കൊടുത്തിട്ടാണ് ചോദിക്കുന്നത്. കടലിന്റെ മുകൾക്കൂടി നടത്തിയ അത്ഭുതം കാണിച്ചു കൊടുത്തിട്ടാണ് ആ പത്തിരി തിന്നത് ആരാന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇയാൾ പറഞ്ഞു ഞാനറിയില്ല. നോക്കാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ. മുഅ്ജിസത്ത് നേരെ കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചിട്ട് ഇയാൾ സമ്മതിച്ചില്ല. പിന്നെയാണ് മാനർത്തുകൊണ്ട് അതിന്റെ ഇറച്ചി രണ്ടാളും കൂടി തിന്നിട്ട് ഈസാ അലൈഹിസ്സലാം ഇറച്ചിയൊക്കെ തിന്നതിന് ശേഷം മാന്റെ എല്ലും തോലും ഒക്കെ കൂടി കണ്ട് ഒരുമിച്ച് ഒട്ടിയിട്ട് കുംബീതിനില്ല, നീ നീച്ചാണ്ട് പോയിക്കോന്ന് പറഞ്ഞപ്പോ മാനാണ് നീച്ചോയി. അത്ഭുതല്ലേ? അപ്പൊ ഇയാളോട് അസ്അലുക ബില്ലദീ അറാക ഹാദിഹില്ലായ, ഈ അത്ഭുതം എനിക്ക് കാണിച്ചെന്ന അള്ളാന്റെ പേരിൽ ഞാൻ ചോദിക്കാണ്, ആരാ പത്തിരി എന്ന് വെച്ച്. ഞാൻ അറിയില്ല. 2 വലിയ മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്തിട്ട് പത്തിരി തിന്നത് ആരാന്ന് വെച്ചപ്പോ ഇയാൾ പറഞ്ഞേ ഞാൻ അറിയില്ല എന്നാ. ഇനി നോക്കി നോക്കിട്ടോ. അങ്ങനെ ഈസാ അലൈഹിസ്സലാം ഇയാളും കൂടി പോയി. ഈസാ അലൈഹിസ്സലാം എന്ത് ചെയ്തു, ഒരു വലിയ കുറെ മണ്ണും മണലും കൂടി കണ്ട് കൂട്ടിയിട്ട് ആ കൂനയോട് പറഞ്ഞു കുൻ ദഹബൻ, ഇങ്ങോട്ട് പൊന്നാകുന്ന. അതിന് അമ്പിയാക്കൾക്ക് കഴിയും. മണ്ണും മണലൊക്കെ കൂടി കൂട്ടിയിട്ട് കുൻ ദഹബൻ, ഇങ്ങോട്ട് പൊന്നാകുന്ന. അപ്പൊ ഈ കൂടിക്കണ മണ്ണിന്റെ കൂന വലിയൊരു പൊന്നായി മാറി, വലിയൊരു കൂമ്പാരായിട്ട് മാറി. അതിൽ ഈസാ അലൈഹിസ്സലാം ഓരോ ഓഹരി ഈസാ അലൈഹിസ്സലാം എടുത്തു, ഓരോ ഓഹരി അയാൾ കൊടുത്തു. ഓരോ ഓഹരി മാറ്റി വെച്ചിട്ട് പറഞ്ഞു ഇത് ആ പത്തിരി തിന്ന ആൾക്ക് നമുക്ക് കൊടുക്കാം, അയാൾ വരുമ്പോ കൊടുക്കാന്ന്. അപ്പൊ ഇയാൾ പറഞ്ഞു ആ പത്തിരി എന്താ ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. 2 വലിയ അത്ഭുതങ്ങൾ മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്തിട്ട് ആരാന്ന് ചോദിച്ചപ്പോ ഇയാൾ എന്ത് പറഞ്ഞേ ഞാൻ അറിയില്ല. ദുന്യാവ് മുമ്പിലിട്ടിട്ട് ആ ഒരു ഓഹരി പത്തിരി തിന്ന ആളെടുത്തിട്ട് വെച്ചപ്പോ ഇത് പിന്നെ ആരാണ് തിന്നതെന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോഴേക്ക് ഇയാൾ പറഞ്ഞു അത് തിന്നത് ഞാൻ തന്നെയാണ്. അപ്പൊ ഈസാ അലൈഹിസ്സലാം പറഞ്ഞു ഇജു എന്റെ ദുന്യാവും പോയിട്ട് തൊലയടാ, ഇത് 3 എടുത്തോ, ഇത് 3 എടുത്തോ, ഈ പൊന്ന് മൊത്തം എടുത്തോന്ന് പച്ച നുണയും പറഞ്ഞിട്ട്. അപ്പൊ ഇയാൾ ആ 3 പൊന്നും ഇങ്ങനെ കിട്ടി നിൽക്കുക. കുറെ കിട്ടിയപ്പോഴൊക്കെ ബേജാറായി. അങ്ങനെയാണല്ലോ, ദുന്യാവ് അമിതായ ബേജാറ് കൂടും. അങ്ങനെയാണ്. ഇയാള് ബേജാറായി. ഇനിയിപ്പോ എന്താ കാട്ടുക, കുറച്ചാണീ കൊണ്ടുപോയിന്, ഇതൊക്കെ കൂടി എന്താ കാട്ടുക എന്നുള്ള ബേജാറായി. കേരളത്തിൽ ഒരു ബംഗാളിക്ക് 1 കോടി ഉറുപ്പിന്റെ ലോട്ടറി അടിച്ചപ്പോ അയാൾ പോലീസ് സ്റ്റേഷനിക്കാ ഓടിപ്പോയത്. നിങ്ങൾ നാള് വായിച്ചോ? ഒരു ബംഗാളിക്ക് 1 കോടി ഉറുപ്പിക ലോട്ടറി അടിച്ചു. അയാൾക്ക് പിന്നെ ദീനും മസലയൊന്നും ഇല്ലല്ലോ. മസല അറിയുന്ന ഒരാൾ ലോട്ടറി എടുക്കൂല്ലല്ലോ. നിസ്കരിക്കുന്ന ആളുകൾ ലോട്ടറി എടുക്കാൻ പാടില്ലല്ലോ, ഹറാമായ പൈസയാണല്ലോ. അയാൾ അതറിയില്ല. ലോട്ടറി അടിച്ച സമയത്ത് ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനൊക്കെ ഓടിക്കേറിയത്. 1 കോടി ഉറുപ്പിക ഇട്ട പെണ്ണുങ്ങളെടുത്ത് കൂട്ടിയിട്ട് പായസം കുടിക്കല്ലേ വേണ്ടേ, ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ ഓടിപ്പോയി. എന്നിട്ട് എസ്ഐനോട് പറഞ്ഞു സാറേ നിങ്ങൾ കഴിച്ചിലാക്കണോ, എനിക്ക് 1 കോടി ഉറുപ്പിക ലോട്ടറി അടിച്ചിരിക്കുന്ന കാരണം. ബേജാറാണ് കിട്ടിയാല്. അപ്പൊ ഇയാൾ ഇതൊക്കെ കൂടി കിട്ടിയപ്പോ ബേജാറായി. ഇനി എന്താ കാട്ടുക? ആ ബേജാറിൽ ഇങ്ങനെ ഇരിക്കുക. ഈസാ അലൈഹിസ്സലാം പോയും ചെയ്തു. അപ്പണ്ട് 2 ആളുകൾ ഇങ്ങനെ വരുന്നു. അവരിങ്ങനെ നോക്കിയപ്പോ ഒരു മനുഷ്യനും വലിയ സ്വർണത്തിന്റെ ഒരു കൂട്ടമുണ്ട്. അവർ ചോദിച്ചത് എന്താന്ന് വെച്ച്, നിങ്ങൾ ഇരിക്കും നമുക്ക് വഴി ഉണ്ടാക്കാം, ഇതിങ്ങനെ ഒരു ഒരു മണ്ണും മണലൊക്കെ കൂടി പൊന്നാക്കി തന്നാണ് ഒരാള്, നിങ്ങൾ ആരോടും പറയരുത്, ഞമ്മക്ക് 3 ആൾക്ക് കൂടി വിഹിതിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഒരു കള്ളന്മാരുമാണ് ഓലവിടെ ഇരുന്ന് 3 ആൾക്ക് വീതിച്ചെടുക്കല്ലേ. അപ്പൊ ഇവരിങ്ങനെ വിഹിതിക്കാണ്. അപ്പൊ അവർക്ക് വല്ലാത്ത വിശപ്പായി. എന്താ ചെയ്യാ? ഒരു തീരുമാനിച്ചു, ഒരാള് ഈ പൊന്നിന് കാവലിക്കുക, 2 ആള് പോയിട്ട് അങ്ങാടിയിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ടിരാം. പൊന്നിന് കാവലിരുത്താന് ഇയാളെ തന്നെ ഏൽപ്പിച്ചു. പൊന്നിനിങ്ങനെ കാവല് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവർ 2 ആളും തീരുമാനിച്ചു. ഇവർ 2 ആളും പൊന്നിനെ കാവലിക്കാൻ തീരുമാനിച്ചു. ആ ആള് ഭക്ഷണം പോയി കൊണ്ടുവരാൻ തീരുമാനിച്ചു. അതെ, ഇയാള് ഭക്ഷണം വാങ്ങാൻ വേണ്ടി അങ്ങാടി പോയപ്പോ ഇവരിങ്ങനെ തീരുമാനിച്ചോ, ഇത് 3 ഇപ്പൊ ഞമ്മക്ക് 2 ആൾക്കൊണ്ട് എടുത്താ പോരെ, അയാൾ എങ്ങനെ ഇപ്പൊ നമ്മളൊന്നാണ് ഒഴിവാക്കുക? അപ്പൊ 2 ആളും പറഞ്ഞേ ഒരു കാര്യം ചെയ്യാ, ഇത് ഒഴിഞ്ഞൊരു സ്ഥല, ഒരു മനുഷ്യനറിയില്ല, ഓൻ അങ്ങോട്ട് വന്നാല് ഭക്ഷണം വാങ്ങാ തിന്ന് ഓൻ അങ്ങോട്ട് കൊല്ലുക, ഞമ്മളാണ്ട് എടുക്കുക. അതന്നെ വേറെ പണിയൊന്നും. ഇന്നത്തെ പരിപാടി തന്നെ. ഈ പെരിന്തൽമണ്ണയില് ഒരു സുഹൃത്ത് ഗൾഫിൽ ഒപ്പം ജോലി ചെയ്യുന്ന പാർട്ണറാ, 2 ഒറ്റക്കെട്ടാണ്. പെരിന്തൽമണ്ണയില് ഗൾഫില് 2 ആളും ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ്. 2 ആളും ഒപ്പാണ് നാട്ടിൽ കയറുക, 2 ആളും ഒപ്പാണ് തിരിച്ചു പോവാ. ഓന്റെ വീട്ടിൽ എന്തുള്ളത് ഇവനറിയും, ഇവന്റെ വീട്ടിൽ എന്തുള്ള അവനറിയും.
പക്ഷെ കച്ചവടാണ്ട് പുരോഗമിച്ചു. അപ്പൊ മറ്റോനോന്ന് ഇത് ഒറ്റക്കാക്ക എങ്ങനെയാണെന്ന്. അങ്ങനെയാണ് ദുന്യാവിന്റെ അവസ്ഥ. അള്ളാനെ പേടില്ലെങ്കിൽ അങ്ങനെ ഇതെങ്ങനെ പോനെ തട്ടിട്ടോ ഒറ്റക്കെടുക്കുക എന്നുള്ളത് ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ചപ്പോ ഒരു രാത്രി ഓനെങ്ങനെ തോന്നി, ആരെ സ്വന്തം വലങ്കയായി കൊണ്ടു നടക്കണ സ്നേഹിക്കുന്ന ആളെ കൊല്ലന്നെ എന്നാണ് തീരുമാനിച്ചു. പക്ഷെ ഈ കൊല്ലാൻ എന്റെ മനസ്സിൽ വന്ന പ്ലാന് മറ്റവനോട് പറഞ്ഞില്ല. ഒരു സാധാരണ പോലെ ചിരിക്കണ്, കളിക്കണ്, ഒപ്പം നടക്കണ്, ഭക്ഷണം കഴിക്കണ്. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ എപ്പോഴാ അവനൊന്ന് കൊല്ലുക എന്നുള്ള ചിന്തയാണ്. രണ്ടാളും ഒപ്പാണ്. പെരിന്തൽമണ്ണയിൽ നടന്ന സംഭവം ഞാൻ പറഞ്ഞത്. രണ്ടാളും ഒപ്പാണ് നാട്ടിൽ വന്നത്. ഒരേ ഫ്ലൈറ്റ്, ഒരേ ദിവസം, ഓരോ സീറ്റ്. രണ്ടാളും ഒപ്പം കരിപ്പൂര് വന്നിറങ്ങി. ഒരാൾ ഓന്റെ വീട്ടിലും പോയി, മറ്റോന്റെ വീട്ടിലും പോയി. കൊല്ലവൻ ചെയ്ത പരിപാടി എന്താ അറിയോ? വീട്ടിലുള്ള ഇവന് വേണ്ടി സൽക്കാരം ഉണ്ടാക്കി. ബിരിയാണിയിൽ വിഷം കലർത്തി കൊടുത്തു. സ്വന്തം പാർട്ണറെ വീട്ടിക്ക് ഭക്ഷണത്തിനെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഭക്ഷണത്തിൽ വിഷം കലർത്തിട്ട് കൊടുത്തിട്ട് കൊന്നു കളഞ്ഞു. മരിച്ചു കിടക്കണ ആ സുഹൃത്തിനെ മൂർച്ചുള്ള കത്തിയോണ്ട് കഷ്ണാക്കിയിട്ട് 17 കഷ്ണാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് കുഴിച്ചു മൂടി. പെരിന്തൽമണ്ണയില് ദുന്യാവ് തലേ കയറിയുള്ള സ്വഭാവമാണ്. ഇന്നലെ ഞാന് പരിപാടിക്ക് പോകുന്ന സമയത്ത് കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയപ്പോ അയാളിങ്ങനെ മധുരമുള്ള കാപ്പി തരാനും മധുരമില്ലാത്ത തരുന്ന്. പിന്നെ ചോദിച്ചോ എന്നല്ല, വേറെ കോലത്തിലൊക്കെ തരുന്നത്. ഇയാളെങ്ങനെ നോക്കിയപ്പോ എനിക്ക് ഇയാളെ ലെവലില്ലാന്ന് തോന്നി. ഇയാൾ എന്തോ ടെൻഷനല്ലേ. ഞാൻ പറയാം, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെ എനിക്ക് പരിചയമുള്ള ആളാണ്. ഇവിടെ ഇരിക്കുന്നത് എന്താ നിങ്ങളെ ഹാലെ, നിങ്ങളും ആകെ ഒരു പ്രശ്നത്തിലല്ല. അപ്പൊ ഇയാളാണ് പൊട്ടി കരഞ്ഞു. ഒരു പാർട്ണർ 10 ലക്ഷം ഉറുപ്പിയിൽ ചയച്ചാണ്. ആ ചയച്ചപ്പോ ഇയാള് ഷോക്കടിച്ചിട്ട് ഇയാളിങ്ങനെ ചായ കൊടുക്കാൻ പറയുമ്പോ കാപ്പി കൊടുക്കണ്, കാപ്പി കൊടുക്കാൻ പറയുമ്പോ ചായ കൊടുക്കണ്, പൊറാട്ട പറയുമ്പോ പൂൾ കൊടുക്കണ്, പൂൾ കൊടുക്കാൻ പറയുമ്പോ പൊറാട്ട കൊടുക്കണം. അങ്ങനെയുള്ള അവസ്ഥ. പടച്ചോനെ പേടില്ല. അതന്നെ. ഏതായാലും ഈ ദുന്യാവർണ്ണപ്പാണ് ചാടിപ്പോയതാണ്. ഇയാള് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയപ്പോ ഇവര് തീരുമാനിച്ചു തിരിച്ചു വന്ന കൊല്ല. ഇന്നെന്താ നമുക്ക് രണ്ടാക്കും കൂടി ഈ പൊന്നെടുക്ക. മറ്റാളിങ്ങനെ ചിന്തിച്ചു, ഇത് പോൽക്ക് രണ്ടാക്കും കിട്ടാതെ സ്വന്തം കൈക്കലാക്കാൻ എന്താ മാർഗം എന്ന് മറ്റോനെ ചിന്തിച്ചു. മൂന്നൊരുപോലെ ചിന്തിച്ചു. അതിൽ മറ്റോന്ത് ചെയ്യുന്നവരോ, നമ്മൾ വാങ്ങിയ ഭക്ഷണത്തിൽ വിഷം കലർത്തുക, അതാണ്ട് തിന്നുമ്പോ ഓലാണ് മരിച്ചോളും, ഓല് മരിച്ചാൽ എനിക്കാണ്ട് എടുത്തുണ്ടാവാന്ന്. ഇവര് തീരുമാനിച്ചു ഓൻ വന്നാ കൊന്നിട്ട് നമുക്കും കൊണ്ടുപോവാന്ന്. സംഭവം എന്താ ഉണ്ടായത്? അയാള് ഭക്ഷണേറ്റ് വന്നു. ഇവര് ഉഷാറായിട്ട് ഭക്ഷണേറ്റ് വന്ന് ഭക്ഷണം വാങ്ങലോടുകൂടി ഇവരെന്ത് ചെയ്ത് ആ കൊണ്ടുവന്ന ആളെ കഴുത്തിന്, റിയാസ് മൗലവിയെ കാസർഗോഡ് വെച്ചുകൊണ്ട് ഒളിയത്തറുത്ത പോലെ കഴുത്തിന് കത്തി വെച്ചുകൊണ്ട് കറുത്താണ്ട് കളഞ്ഞു. ഇനി നമുക്ക് രണ്ടാക്കും അത് എടുക്കാന്നത്. പക്ഷെ ഇത് എടുത്ത് ഓരിച്ച് കൊണ്ടുവരുന്നതിന് മുമ്പ് ഏതായാലും ഭക്ഷണം ഇവിടെ ഇയാള് ഭക്ഷണം തയ്യാറാക്കിയില്ല. വെള്ളവും ആദ്യം കൊയ്ക്കാനുള്ള ഭക്ഷണമൊക്കെ ഇയാൾ അവിടെ തയ്യാറാക്കിക്കണം. മറ്റുള്ളത് അവർ കൊടുത്തിട്ടുള്ളൂ. ഫ്രൂട്ട്സും മറ്റൊക്കെ അവർ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇവിടെയുള്ള വെള്ളത്തിലൊക്കെയാണ് വിഷം കലർത്തിയത്. അപ്പൊ ഒരു തീരുമാനിച്ചു ഏതായാലും കൊന്നു കളഞ്ഞു. ഇനി വെള്ളം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാന്ന് വെച്ചിട്ട് അയാൾ തയ്യാറാക്കിയ ആ ഒരു വെള്ളം പലഹാരമൊക്കെ ഇവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അതിൽ വിഷമുണ്ട്. ഇവർ രണ്ടാളും മറിഞ്ഞു വീണു. ഇപ്പൊ തത്വത്തിൽ 3 ആളും മരിച്ചു. 3 ആൾക്കും സ്വർണം കിട്ടിയില്ല. 2 ആളുകൾ വിഷം കലർത്തിയ ഭക്ഷണം കഴിച്ചിട്ട് മരിച്ചു. ഒരാള് ഭക്ഷണം കൊണ്ടുവന്ന ആള് കഴുത്തറക്കപ്പെട്ടുകൊണ്ട് അങ്ങനെയും മരിച്ചു. ഈ 3 ആളുകൾ മരിച്ചെടുക്കണം. നടുവിൽ കുറച്ച് പൊന്നിന്റെ കൂമ്പാരം. ഈസാ അലൈഹിസ്സലാം പോയിട്ട് തിരിച്ചു വരുമ്പോ ഈ രംഗാണ് കാണുന്നത്. പത്തിരി കട്ടത് മറച്ചു വെച്ച മനുഷ്യന് കഴുത്തറക്കപ്പെട്ടുകൊണ്ട് മരിച്ചിട്ടുണ്ട്. വേറെ 2 ആളുകൾ ഭക്ഷണത്തിൽ വിഷം കലർത്തി അത് കഴിച്ചിട്ട് മരിച്ചിട്ടുണ്ട്. കൂടെയുള്ള ശിഷ്യന്മാരോട് ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, ഓ മക്കളെ, അള്ളാനെ മറന്നുകൊണ്ട് ദുന്യാവിനെ പ്രേമിച്ചാൽ അവന്റെ അന്ത്യം ഇതാണ് എന്ന് റൂഹുല്ലാഹ് ഈസാ. അതങ്ങനെ തന്നെയാണ് നമുക്കുണ്ടാകുക. نرقي دنيانا بتمزيق ديننا ولا دين لا يبقى ولا ما نرقيه. ദുന്യാവിനെ ദീനിനെ വിസ്മരിച്ചുകൊണ്ട് സമ്പാദിച്ചാൽ, പടച്ചവനെ മറന്നുകൊണ്ട് ദുന്യാവിനെ തലയിലെത്തിയാൽ വലാ ദീനുലായ ദീനുണ്ടാവില്ല, ദുന്യാവുണ്ടാവില്ല. അങ്ങനെയാണ്, രണ്ടുണ്ടാവില്ല. പോണ സമയത്ത് കുറച്ച് തുണി മാത്രമേ ഉണ്ടാവുള്ളൂ. ദീനും പോയി, ദുന്യാവും പോയി. നേരെ മറിച്ച് ഇൽമും അമലും പക്വതയും തഖ്വയും
ഉള്ള ആളെ കയ്യിലാണ് ദുനിയാവ് കിട്ടിയതെങ്കിൽ അവനത് ഖൈറിന് വേണ്ടി ചെലവഴിക്കും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. وصل اللهم ثواب قراءتنا بركة دعائنا أولا إلى حبيبك المصطفى محمد صلى الله عليه وسلم وإلى جميع الأنبياء والمرسلين والأصحاب والأولياء وإلى من دفنوا حوالينا وإلى جميع المؤمنين والمؤمنات برحمتك يا أرحم الراحمين. وصلى الله تعالى